അത്രയ്ക്ക് ഭ്രാന്തനാണ് ഞാൻ ഗസാക്കിൻ്റെ ഇതിഹാസത്തിൻ്റെ ആരാധകനല്ല, ഭ്രാന്തനായിട്ട് ഗസാക്കിനാണ് നമ്മളെപ്പോഴും. എൻ്റെ മതഗ്രന്ഥം അതാണ്, അത് സമ്മതിക്കുന്നതിന് നമുക്ക് മടിയൊന്നുമില്ല. പമ്മൻ അയ്യനെത്ത് വായിച്ചു വന്ന് എന്നെ മാറ്റി തീർക്കുക, അല്ലെങ്കിൽ കൊടുങ്കാറ്റ് പോലെ നമ്മളെ പിടിച്ച് കുലുക്കുക എന്നുള്ളത് ഗസാക്കിൻ്റെ ഇതിഹാസമാണ്. ഇതിഹാസത്തിൻ്റെ ഇതിഹാസം അതേ ഗസാക്കിൻ്റെ ഇതിഹാസത്തിന് ഇച്ചിരി ആരോപണങ്ങളൊക്കെ വന്നല്ലോ, ബംഗർവാടിയുടെ എന്നൊക്കെ കുറച്ച് പൊട്ടത്തരം ആളുകൾ എപ്പോഴും പറയുമല്ലോ നല്ലതിന്. അത് വന്നപ്പോൾ അതിനൊരു വ്യാഖ്യാനം, അല്ല ഇതിഹാസത്തിന് ഒരു ഇത് എന്നുള്ള നിലയ്ക്ക് എഴുതിയ കുഞ്ഞു പുസ്തകങ്ങൾ ഞാൻ ആദ്യം വായിക്കും. ഇതിഹാസത്തിൻ്റെ ഇതിഹാസം, അതിൽ ഗസാക്കിൽ നിന്നുള്ള മനോഹരമായ ഉദ്ധരണികൾ ഉണ്ടായിരുന്നു. മന്ദാരത്തിൻ്റെ ഇലകൾ ചെറുത്ത് തുന്നിയ പുനർജനയുടെ കൂട് വിട്ട്. ഞാൻ അറിയാത്ത ഭാഷയാണത്, നാട്ടുകാർ ഉപയോഗിക്കുന്ന ഭാഷയല്ലല്ലോ, മറ്റേ എഴുത്തുകാർ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഭാഷയുടെ ലഹരിയിൽ പെട്ടിട്ട് രാത്രിയാണ് ഇതിഹാസത്തിൻ്റെ ഇതിഹാസം കിട്ടുന്നത്. അന്ന് ലൈബ്രറി അടച്ചുപോയി. പിറ്റേന്ന് രാവിലെ ജോലിക്ക് കൂടി പോകാതെ ഗസാക്ക് തേടിപ്പോയ ആളാണ് ഞാൻ ലൈബ്രറിയിലോട്ട്. അങ്ങനെ ഗസാക്കിൻ്റെ ഇതിഹാസമാണ് എന്നിലെ വായനക്കാരന് എന്തെങ്കിലും എഴുതാൻ പറ്റുന്ന ഒരാളാക്കി മാറ്റിയത്. ആ ഗസാക്കിൻ്റെ ഇതിഹാസം ഞാൻ വായിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഒരിക്കലും എഴുത്തുകാരനാവില്ല. കാരണം അതിൻ്റെ ഭാഷ, അതിലെ അന്തരീക്ഷം, കഥാപാത്രങ്ങൾ, കാലം, എത്ര വായിച്ചാലും മടുക്കാത്ത അതിൻ്റെ ഒരു ഘടന, അത് വായിച്ചത് കൊണ്ട് മാത്രം എന്തെങ്കിലും എഴുതിപ്പോയ മനുഷ്യനാണ്. അല്ലാതെ ഞാൻ ജന്മനാ എഴുത്തുകാരനല്ല, വീട്ടിലെ എഴുത്തുകാരില്ല, അയൽവക്കത്തെ എഴുത്തുകാരില്ല, കൂട്ടുകാരില്ല, ആരുമില്ല. അപ്പോൾ ഒരു കണക്കിന് ഗസാക്കിൻ്റെ ഇതിഹാസമാണ് എന്നെ എന്തെങ്കിലും എഴുതാൻ പ്രേരിപ്പിച്ചു. അതിൽ ആ മനോഹരമായ ഭാഷ, മലയാളത്തിൻ്റെ മധുരം മുഴുവൻ അതിലുണ്ടെന്ന് ഞാൻ പറയും. നമ്മളത് എത്രത്തോളം ഉൾക്കൊണ്ടെന്ന് എനിക്കറിയില്ല. ഞാനത് എന്തായാലും ഉൾക്കൊണ്ടിട്ടുണ്ട് നന്നായിട്ട്. കാരണം എനിക്ക് ഗസാക്കിനെ പറ്റി നിങ്ങൾ ഒരു 5 മണിക്കൂർ സംസാരിക്കാൻ പറഞ്ഞാലും ഞാൻ നിർത്താതെ സംസാരിക്കും. അത്രയ്ക്ക് ഭ്രാന്തനാണ് ഞാൻ ഗസാക്കിൻ്റെ ഇതിഹാസത്തിൻ്റെ ആരാധകനല്ല, ഭ്രാന്തനായിട്ട് ഗസാക്കിനാണ് നമ്മളെപ്പോഴും. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ ഗസാക്ക് എടുത്ത് വായിക്കുക. എന്തെങ്കിലും നമ്മൾ വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ആ സ്വസ്ഥനെ ഗസാക്കിൻ്റെ ഇതിഹാസം തുറക്കും, നടു എടുത്തിട്ട് 2 പേജ് വായിക്കുമ്പോൾ ഞാൻ സാന്തനാവും. ആളുകളും ബൈബിൾ വായിക്കും പോലെ, ഖുർആൻ വായിക്കും പോലെ, ഭൗതികത വായിക്കും പോലെ ഞാൻ ഗസാക്കിൻ്റെ ഇതിഹാസം തുറക്കുക. എൻ്റെ മതഗ്രന്ഥം അതാണ്, അത് സമ്മതിക്കുന്നതിന് നമുക്ക് മടിയൊന്നുമില്ല.